തോമസ് അക്കമ്പസിന്റെ വിശ്വപ്രസിദ്ധമായ ക്രിസ്താനുകരണം എന്ന ഗ്രന്ഥത്തിലെ ഒന്നാമത്തെ പുസ്തകം ആധ്യാത്മിക ജീവിതത്തിന് ഉപകരിക്കുന്ന ഉപദേശങ്ങൾ. ഈ പുസ്തകത്തിലെ 7-ാം അധ്യായമാണ് ഇന്നത്തെ വിചിന്തന വിഷയം. ഈ അധ്യായത്തിന്റെ ശീർഷകം വ്യർത്ഥ ശരണവും അഹങ്കാരവും തിരസ്കരിക്കുക. ആത്മീയമായ 2 അപകടങ്ങളെ കുറിച്ചിട്ടാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അതായത് ഒന്ന് വ്യർത്ഥ ശരണം, ദൈവത്തിൽ ശരണപ്പെടാതെ നമ്മൾ നമ്മിലോ ഇതര സൃഷ്ടികളിലോ ശരണപ്പെടുന്നതിനെയാണ് വ്യർത്ഥ ശരണം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അഹങ്കാരം, എന്തിനെ പറ്റിയാണോ, നമ്മുടെ പൊസഷൻസിനെ പറ്റിയാണോ, നമ്മിലുള്ള നന്മകളെ പറ്റിയാണോ നാം അഹങ്കരിക്കുന്നത് എന്ന് ഒന്നുള്ള ഒരു വിചിന്തനമാണ് മറ്റ് ആത്മീയോപദേശങ്ങളിൽ കാണുന്നത്. ഇനിയിപ്പോ എന്ത് തന്നെയാണെങ്കിലും അത് കണ്ടെത്തുവാനും നമ്മുടെ ശരണം ദൈവത്തിലേക്ക് മാറ്റുവാനും അതുപോലെ തന്നെ നമ്മുടെ അഹങ്കാര വിഷയങ്ങളിൽ നിന്നെല്ലാം നമുക്ക് എങ്ങനെ എളിമ അഭ്യസിക്കാമെന്നും ഈ അധ്യായം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. 3 ആത്മീയ ഉപദേശങ്ങളാണുള്ളത്. ഒന്ന് വ്യർത്ഥ ശരണത്തെക്കുറിച്ചും 2 അഹങ്കാരത്തെക്കുറിച്ചുമാണ്. ഒന്നാമത്തെ ആത്മീയ ഉപദേശം, മനുഷ്യരിലോ ഇതര സൃഷ്ടികളിലോ ശരണം വയ്ക്കുന്നവൻ മൂഢനത്രേ. യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി അന്യരെ ശുശ്രൂഷിക്കുന്നതിലോ ഈ ലോകത്തിൽ ദരിദ്രനായി ജീവിക്കുന്നതിലോ നീ ലജ്ജിക്കരുത്. നിന്നിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ശരണപ്പെടുക. അപ്പോ നമ്മിലോ അല്ലെങ്കിൽ മറ്റ് ഇതര സൃഷ്ടികളിലോ നമ്മൾ ശരണം വയ്ക്കരുതെന്ന് പ്രത്യേകമായിട്ട്, അങ്ങനെ ചെയ്യുന്നവൻ മൂഢനാണെന്നാണ് പറയുന്നത്. ശരണം എപ്പോഴും ദൈവത്തിലായിരിക്കണം. നിനക്ക് കഴിവുള്ളതെല്ലാം നീ ചെയ്തു കൊള്ളുക. ദൈവം നിന്റെ മനസ്സിനെ തുണച്ചുകൊള്ളും. നിന്റെ ജ്ഞാനത്തിലോ അന്യജനങ്ങളിൽ ആരുടെയെങ്കിലും സാമർഥ്യത്തിലോ നീ ശരണം വയ്ക്കരുത്. വിനീതരെ ഉയർത്തുകയും അഹങ്കാരികളെ എതിർക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ കൂടുതൽ ശരണം വയ്ക്കുക. അപ്പോൾ ഈ ആത്മീയോപദേശം പറയുന്നത് എന്താണ്? നമ്മൾ ശരണം വെക്കാവുന്ന മേഖലകളാണ്. നമുക്ക് നമ്മുടെ ശരണം ഒന്നല്ലെങ്കിൽ നമ്മുടെ കഴിവുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ജ്ഞാനത്തിലായിരിക്കും. എനിക്കിത് സോൾവ് ചെയ്യാൻ പറ്റും, എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ ജ്ഞാനം കൊണ്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു ശരണം വരാവുന്ന മേഖല, ആശ്രയിക്കാവുന്ന ഒരു പ്രബലനായ വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നമുക്ക് ശരണം വരാം. അപ്പൊ ഏതാണ് ശരണം എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മിലുള്ള ശരണവും മറ്റൊരു വ്യക്തിയിലോ അല്ലെങ്കിൽ ഇതര സൃഷ്ടികളിലോ ഉള്ള നമ്മുടെ ശരണവും നമ്മൾ കണ്ടെത്തി അത് യഥാർത്ഥത്തിൽ നമ്മൾ ശരണപ്പെടേണ്ടത് ദൈവത്തിലാണ്. അപ്പോൾ വിനീതരെ ഉയർത്തുകയും അഹങ്കാരികളെ എതിർക്കുന്നവനുമാണ് ദൈവം. അപ്പൊ ആ ബോധ്യത്തോടു കൂടി നമ്മുടെ ശരണത്തെ നമ്മൾ ദൈവത്തിലേക്ക് ഫോക്കസ് ചെയ്യണം. 2ാമത്തെ ആത്മീയോപദേശം അഹങ്കാരത്തിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ പൊസഷൻസിനെ കുറിച്ച് നമുക്കുള്ള അഹങ്കാരം, നമ്മുടെ സമ്പത്താകാം, നമ്മുടെ സ്ഥാനമാനങ്ങളാകാം, യുക്തി സാമർഥ്യമോ ബുദ്ധിയോ ആകാം, നമ്മുടെ സൗന്ദര്യമാകാം. അപ്പൊ ഈ 3 മേഖലകളെയാണ് ഈ ആത്മീയോപദേശത്തിൽ എടുത്തു പറയുന്നത്. സമ്പത്തിൽ നീ അഹങ്കരിക്കേണ്ട. പ്രബലരായ സ്നേഹിതരുണ്ടെങ്കിലും അഹങ്കരിക്കേണ്ട. എല്ലാം തന്നുകൊണ്ടിരിക്കുന്നതും തരാൻ ആഗ്രഹിക്കുന്നതുമായ ദൈവത്തിൽ അഭിമാനം കൊള്ളുക. നിസ്സാര രോഗത്താൽ വിരൂപമാകുന്ന നിന്റെ ശരീരത്തെയോ സൗന്ദര്യത്തെയോ ഓർത്ത് അഹങ്കരിക്കരുത്. നിന്റെ യുക്തി സാമർഥ്യത്തെയോ ബുദ്ധിശക്തിയെയോ ഓർത്ത് നീ അഹങ്കരിക്കരുത്. ഇനി 3ാമത്തെ ആത്മീയ ഉപദേശം ഇതുപോലെ തന്നെ അഹങ്കാരത്തെ കുറിച്ചാണ്. പക്ഷെ അത് നമ്മുടെ നന്മകളെ കുറിച്ച് നമുക്കുള്ള അഹങ്കാരം. അത് ആദ്യത്തേത് പൊസഷൻസിനെ കുറിച്ചിട്ടുള്ള അഹങ്കാരമായിരുന്നത്. നന്മകളെ കുറിച്ചുള്ള ഒരു അഹങ്കാരം, ഒരു പരിചയ മനോഭാവം, ഞാൻ മറ്റുള്ളവരെക്കാൾ നല്ലവനാണ്, എൻ്റെ സൽപ്രവർത്തികൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അഹങ്കാരത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നീ അപരനേക്കാൾ നല്ലവനാണെന്ന് കരുതരുത്. മനുഷ്യനിലുള്ളത് എന്തെന്നറിയാവുന്ന ദൈവത്തിന്റെ മുൻപിൽ നീ ഒരുപക്ഷെ എത്രയും ഹീനനായിരിക്കാം. നിന്റെ സൽപ്രവർത്തികളെ പറ്റി നീ അഹങ്കരിക്കേണ്ട. കാരണം മനുഷ്യർ വിധി കൽപ്പിക്കുന്നത് പോലെയല്ല ദൈവം വിധി കൽപ്പിക്കുന്നത്. മനുഷ്യർക്ക് പ്രീതികരമായവ ദൈവസന്നിധിയിൽ പ്രീതികരമാവണമെന്നില്ല. മനുഷ്യർക്ക് പ്രീതികരമായ പ്രവർത്തികള്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് സൽപ്രവർത്തികളാണെന്ന ഉറച്ച ബോധ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ദൈവത്തിന് പ്രീതികരമാകണമെന്നില്ല. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ അഹങ്കാരമായ മനോഭാവത്തിൽ നിന്നും എങ്ങനെയാണ് എളിമയിലേക്ക് വരാൻ പറ്റുന്നത് എന്നാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. നിനക്ക് വല്ല നന്മയുണ്ടായിരുന്നാലും അപരനാണ് കൂടുതൽ നന്മയുള്ളതെന്ന് ചിന്തിച്ചു കൊള്ളുക. അപ്പോ എളിമ അഭ്യസിക്കുന്നതിന് ഇത് ഉത്തമമായ ഒരു മാർഗമാണ്.
അന്യരേക്കാൾ നീ താണവനാണെന്ന് ഓർത്താൽ ഒരു ദോഷവും ഇല്ല. എന്നാൽ മറ്റാരെങ്കിലേക്കാളും നീ ഉന്നതനാണെന്ന് ഓർത്താൽ അത് നിനക്ക് ദോഷമായിട്ട് ഭവിക്കും എന്നാണ്. എളിമയുള്ളവർക്ക് ഹൃദയത്തിൽ നിരന്തരമായിട്ട് സമാധാനം ഉണ്ടാകും. അഹങ്കാരിയാണെങ്കിൽ എപ്പോഴും ഹൃദയത്തിൽ വിദ്വേഷവും കോപവുമായിരിക്കും ഫലം. എല്ലാം ദൈവത്തിൽ നിന്ന് പ്രത്യാശിക്കുക. യാതൊന്നും നിന്നിൽ നിന്നോ അന്യരിൽ നിന്നോ പ്രതീക്ഷിക്കേണ്ട. നിന്റെ പ്രവർത്തനങ്ങളിലോ കഴിവുകളിലോ നീ അഹങ്കരിക്കരുത്. സർവകാര്യങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുക. അവിടുന്ന് മാത്രമേ മഹത്വം അർഹിക്കുന്നുള്ളൂ. പ്രാർത്ഥന. ഓ ഈശോ, ഞങ്ങളുടെ മനസ്സിന്റെ അഹങ്കാരത്തെയും മായാസ്തുതികളെയും അങ്ങ് ശമിപ്പിക്കുക. അവ ഞങ്ങളെ അങ്ങയിൽ നിന്ന് അകറ്റുന്നു. എളിമയുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് തരുക. അങ്ങയുടെ തിരുവിഷ്ടം നിറവേറ്റുവാൻ അങ്ങ് ഞങ്ങളുടെ മനസ്സിനെ സജ്ജമാക്കണമേ. അങ്ങനെ അങ്ങയുടെ കാരുണ്യത്തിന് ഞങ്ങൾ അർഹരായി തീരട്ടെ. ആമേൻ. അനുസ്മരണ വിഷയം. നിനക്ക് കഴിവുള്ളത് ചെയ്യുക. ദൈവം നിന്റെ മനസ്സിനെ തുണച്ചുകൊള്ളും. അഭ്യാസം. നിന്റെ പ്രത്യാശ സദാ ദൈവത്തിലായിരിക്കട്ടെ. ഇവിടെ ഈ അധ്യായം സമാപിക്കുകയാണ്. അപ്പോൾ ഈ അധ്യായത്തില് നാം വിചിന്തനം ചെയ്തതുപോലെ വ്യർത്ഥ ശരണവും വ്യർത്ഥ അഹങ്കാരവും നാം ആത്മശോധന ചെയ്ത് ഗ്രഹിച്ച് അതിനെ നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ നിന്നും മാറ്റി ദൈവത്തിൽ ശരണപ്പെടുവാനും എളിമ അഭ്യസിക്കുവാനും നമുക്ക് ദൈവസഹായം യാചിച്ചുകൊണ്ട് പരിശ്രമിക്കാം. നന്ദി, നമസ്കാരം.